ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഫൈനലി നമ്മളുടെ 30 ഡേയ്സ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പ്ലസ് വാക്കിംഗ് ചാലഞ്ച് നാളെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. 30ാമത്തെ ദിവസമാണ് നാളെ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇഞ്ച് ലോസ്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് എല്ലാം തന്നെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഡേ 1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന നിങ്ങളും ഈ ഒരു 30th ഡേയിൽ ഉള്ള നിങ്ങളും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചത്, അതേപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും അല്ലാതെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വായിക്കുന്നവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ നെക്സ്റ്റ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ വഴിയെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഫാറ്റി ലിവർ. ആക്ച്വലി ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം കോമൺ ആയിട്ട് ചെറിയ കുട്ടികളിൽ പോലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ടീനേജേഴ്സ് അടക്കം, പിന്നെ കുറച്ച് പ്രായമുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഏജിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ഫാറ്റി ലിവർ. മുന്നെയൊക്കെ ആണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ ആയിരുന്നു നമ്മൾ കോമൺ ആയിട്ട് കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ലാതെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫാറ്റി ലിവർ കണ്ടീഷൻ ഉള്ളവരും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ അമിതവണ്ണം ഒബീസിറ്റി ഉള്ള ആളുകളും ഒക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ എന്താണെന്ന് കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലിവറിനകത്ത് ഓവറായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടൊക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത് ഈ ആൽക്കഹോൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നവരിലാണ് ഈ ഒരു ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈ ഒരു ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ അമിത ഉപയോഗം കാരണമായിരിക്കാം ഇത് വരുന്നത്. അപ്പൊ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ പയ്യെ നമ്മുടെ ലിവർ ബാക്ക് ടു നോർമൽ കണ്ടീഷനിലോട്ട് വരികയാണ് ചെയ്യുക. പക്ഷെ വീണ്ടും നമ്മൾ ആൽക്കഹോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ലിവർ ആ ഒരു കണ്ടീഷനിലോട്ട് തന്നെ പോവുകയാണ് ചെയ്യുക. പക്ഷെ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട്, വളരെയധികം കോമൺ ആയിട്ട് ഇവൻ ടീനേജേഴ്സിൽ പോലും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ. ടീനേജേഴ്സ് തൊട്ട് അങ്ങോട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു അവസ്ഥ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരുപാട് പേർക്ക് നമ്മൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവർ കണ്ടീഷനിലുള്ള ആളുകൾ ഒരുപാട് പേരാണ്. അത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ പല പാറ്റേൺസിലായിരിക്കും ഉണ്ടാവുക എന്നല്ലാതെ ഒരുപാട് പേർക്ക് ഈ ഒരു അവസ്ഥ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോംസ് കാരണമാണ് നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ വരുന്നത്. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഈ ഒരു അമിതവണ്ണം, അതായത് ഒബേസിറ്റി കൂടുതലായിട്ട് ഉള്ളവർക്ക് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു വില്ലെന്ന് പറയുന്നത് പ്രമേഹമാണ്. ഒരുപാട് കാലം പഴക്കമുള്ള പ്രമേഹം ഉള്ളവർക്കും അതുപോലെ തന്നെ പ്രമേഹത്തിന്റെ മരുന്നുകൾ കൂടുതലായിട്ട് എടുക്കുന്നവർക്കും ഉയർന്ന തോതിൽ പ്രമേഹമുള്ളവർക്കും ഒക്കെ ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇത് ഒരു മെയിൻ 2 റീസൺസ് ആണെന്ന് പറയാമെന്നല്ലാതെ ഇതല്ലാതെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഹൈപ്പോതൈറോയിഡ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ കണ്ടീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, സ്ട്രോക്ക് ഇഷ്യൂസ്, അങ്ങനെ പല റീസൺസ് ഉണ്ട് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ വരാനായിട്ട്. അപ്പൊ ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോംസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് കാരണമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇത് തന്നെ പല തരത്തിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ചിലർക്ക് വിചാരിച്ചിരിക്കുന്നത് ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ റിസ്ക് ഇല്ലാത്തൊരു കാര്യമാണ്. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്, ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടർ ഉള്ളത് ഈ ഒരു ഗ്രേഡ് 3 ഉള്ളവർക്കാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഗ്രേഡ് 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, ഈ ഒരു സംഭവം ഡിനോട്ട് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും നമ്മുടെ ലിവറിനകത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിരിക്കുന്നത്. അപ്പൊ അത് പല പാറ്റേൺസിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ പല പാറ്റേൺസിനെ നമ്മൾ 1, 2, 3 ഈ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ സെയിം തന്നെയാണ്, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സും സെയിം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും തന്നെ ഉണ്ടാവരുത്. ഇപ്പൊ ഗ്രേഡ് 1 ഉള്ളവരൊക്കെ ഞാൻ സേഫ് ആണ് എന്ന് വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ഗ്രേഡ് 3 ഉള്ളവർ അയ്യോ ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള റൂട്ട് കോസ് അല്ലെങ്കിൽ റീസൺ എന്താണെന്നാണ്. ഇപ്പോൾ ഈ ഒരു പ്രമേഹം ഉള്ളവർക്ക് അമിതവണ്ണം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവണമെന്നില്ല, ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ഹൈ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഉണ്ടാവണമെന്നില്ല. ഈ ഒരു റൂട്ട് കോസസ് എല്ലാം തന്നെ ഒരാൾക്ക് ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ വരാനുള്ള ചാൻസസും ഉണ്ട്. ഇപ്പം നോർമലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടേഴ്സിനെ കാണും. അപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മെഡിസിൻസ് തരും. അപ്പൊ ഈ മെഡിസിൻസ് എല്ലാവരും എടുത്തു തുടങ്ങും. പക്ഷെ എന്നാലും നമ്മൾ ഒരു സമയം ഈ ഒരു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഒരു നോർമൽ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ വരുന്നതായിട്ടാണ് കാണാറ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷന്
ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ അല്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അതിന്റെ റൂട്ട് കോസിനാണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നല്ല പ്രമേഹമുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫാറ്റി ലിവറിന്റെ മരുന്ന് മാത്രം എടുത്തുകൊണ്ടിരുന്ന് നമ്മൾ പ്രമേഹത്തിന് വേണ്ടി പ്രമേഹം കുറയാനായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നമ്മൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ മാറില്ല. അതേപോലെ തന്നെയാണ് അമിതവണ്ണം ഉള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഒരു ഫാറ്റി ലിവറിന്റെ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് മാത്രം ഫാറ്റി ലിവർ കണ്ടീഷൻ മാറണമെന്നില്ല. അമിതവണ്ണം കുറയ്ക്കാതെ അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ലോസ് ചെയ്യാതെ അവർക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് ഒരിക്കലും എന്താ പറയുക രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോംസ് നമ്മൾ ഫിക്സ് ചെയ്യാണ് വേണ്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാണ് വേണ്ടത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് നമുക്ക് ഈ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടായിരിക്കുന്നത്. ബിഫിത് കാർഡിൽ ഇത്തരത്തിലുള്ള ക്ലയൻസിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്തിട്ടാണ്. അവരൊരു പ്രോപ്പർ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് റുട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റൂ. അതോടൊപ്പം തന്നെ മെഡിസിൻസും അവർ കഴിക്കണം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതെന്തായാലും അവർ എടുക്കണം. അതോടൊപ്പം തന്നെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫാറ്റി ലിവർ ഫ്രണ്ട്ലി ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് പറയാറ്. അപ്പൊ ഈ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റും അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും കൂടെ ഒത്തുചേരുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് അത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പൊ നിങ്ങളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്, നിങ്ങൾക്ക് ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫിത് സ്ക്വാഡിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി അനലൈസ് ചെയ്ത് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ ചിലരൊക്കെ പറയും ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഡയറ്റ് ആക്കണം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു കംപ്ലീറ്റ്ലി എന്താ പറയുക കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പാറ്റേൺ ആണ് ഫാറ്റി ലിവർ കണ്ടീഷൻ ഉള്ളവർക്ക് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം മെഡിസിൻസിനെക്കാളും നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാനാണ് ആദ്യം തന്നെ നോക്കേണ്ടത്. ഇനി ചിലരൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും, അത് ഈ പ്രമേഹത്തിന്റെ ഇഷ്യൂ ഉണ്ടാവില്ല, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം നോർമൽ ആയിരിക്കും, പക്ഷെ അവർക്ക് ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില സ്റ്റഡീസിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കക്കുറവും ഫാറ്റി ലിവർ കണ്ടീഷൻ ഒരു റീസൺ ആവുന്നുണ്ടെന്നാണ്. ഇപ്പൊ ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും റെക്കമെൻഡഡ് അളവിൽ നമുക്ക് ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ബോഡിയിൽ ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ ഉറക്കത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ളത് ജീൻ, അതായത് നമുക്കിപ്പം ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഈ ഒരു ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ആ ജീൻ വഴി നമുക്ക് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻ ഒക്കെ ട്രീറ്റബിൾ ആണ്. നമുക്ക് മരുന്നിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സസിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. ഒരു ജസ്റ്റ് ഒരു ആഴ്ച കൊണ്ടോ അല്ലെ 2 ആഴ്ച കൊണ്ടോ ഒന്നും ഇത് നമുക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. ചിലപ്പോൾ ഒരു 1 month അല്ലെങ്കിൽ 1 to 3 months അത്രയും സമയമൊക്കെ നമുക്ക് വേണ്ടി വരും ഈ ഒരു ഫാറ്റി ലിവറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടുവരാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് കുറയുമ്പോഴും, അതായത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുമ്പോഴും ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മിനിമം ഒരു 30 minutes ആക്ടിവിറ്റി എങ്കിലും നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ കൊടുക്കാൻ നോക്കുക. അപ്പൊ ഭാവിയിൽ നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് റുട്ടീൻ ഫോളോ ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, ഓവർ ഷുഗറി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ വേണ്ടി നോക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിലൂടെ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെഡിക്കേഷൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. താഴെ കമന്റ് സെക്ഷനിൽ ഞാനൊരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 weeks ഫാറ്റി ലിവർ മീൽ പ്ലാൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊരു ഡയബറ്റിക് ഫ്രണ്ട്ലി മീൽ പ്ലാൻ കൂടിയാണ്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു മീൽ പ്ലാൻ ഫോളോ ചെയ്യാം. ജസ്റ്റ് ഒരു 2 weeks ഒരു കോമൺ മീൽ പ്ലാൻ ആണ്. അപ്പോൾ ഒരു പ്രോപ്പർലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റിലൂടെ നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു കോമൺ മീൽ പ്ലാൻ ആണ്, ഒരു ഫാറ്റി ലിവർ ഫ്രണ്ട്ലി മീൽ പ്ലാൻ ആണ്. അതിന്റെ കൂടെ തന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലിയും കൂടിയാണ്. വെയിറ്റ് ലോസിലേക്കും കൂടി ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മീൽ പ്ലാൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫാറ്റി ലിവർ മീൽ പ്ലാൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വേണമെങ്കിൽ ഒരു 2 weeks നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമന്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ടോപ്പിക്കുകൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അതിനനുസരിച്ചുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.